ബൽറാം, ഇന്ന് അർദ്ധരാത്രി മുതൽ തുടങ്ങുന്ന ദേശീയ പണിമുടക്കിന്റെ സ്വഭാവം എന്തായിരിക്കും? BMS ഒഴികെയുള്ള അല്ലെങ്കിൽ BJP അനുകൂല തൊഴിലാളി സംഘടനകൾ ഒഴികെയുള്ള മറ്റ് സംഘടനകളൊക്കെ തന്നെ പണിമുടക്കിൽ അണിചേരുകയാണല്ലോ. രാജ്യത്തെ എങ്ങനെയാണ് ഈ പണിമുടക്ക് ബാധിക്കാൻ പോകുന്നത്? ബൽറാം. രാജ്യത്തെ 10 ട്രേഡ് യൂണിയനുകളാണ് സംയുക്തമായി ഈ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി നേരത്തെ തന്നെ ട്രേഡ് യൂണിയനുകൾ ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. കൂടാതെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു. തുടർന്നാണ് പൊതുപണിമുടക്കിലേക്ക് പോയിരിക്കുന്നത്. രാജ്യത്തെ ഈ പൊതുപണിമുടക്കിന് കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളി സംഘടനകളും ഈ പൊതുപണിമുടക്കിനെ പിന്തുണച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഇടത് പാർട്ടികൾ കൂടാതെ RJD എന്നിവരാണ് പൊതുപണിമുടക്ക് വിജയിപ്പിക്കണം എന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുപണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ പൊതുപണിമുടക്കുകളിൽ അത്തരത്തിലുള്ള സമീപനമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. പ്രധാനമായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയായിരിക്കും ഈ പൊതുപണിമുടക്ക് ബാധിക്കുക. അതേസമയം മറ്റ് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കാത്തത് ഒഴികെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാഹന ഗതാഗതത്തെ ബാധിച്ചേക്കില്ല എന്ന തരത്തിലാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പൊതുപണിമുടക്കുകൾ വാഹന ഗതാഗതത്തെ കാര്യമായി ബാധിക്കാറില്ല. എന്നാൽ വ്യാവസായിക മേഖലയെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ തൊഴിലാളി സംഘടനകളാകട്ടെ 25 കോടിയോളം തൊഴിലാളികൾ നാളത്തെ പൊതുപണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ കർഷക സംഘടനകൾ, കർഷകർ, ഒപ്പം തന്നെ ഗ്രാമീണ മേഖലകളിലെ തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനങ്ങളും പ്രധാന നഗരങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ITO അടക്കമുള്ള ഇടങ്ങളിലായിരിക്കും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുക. GK. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സലീം മാലിക് നമ്മളോടൊപ്പം ചേരുന്നു. സലീം, സംസ്ഥാനത്തെ ദേശീയ പണിമുടക്ക് എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യതയുള്ളത്? ഹർത്താലിന്റെ പ്രതീതി സൃഷ്ടിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? GK, നാളെ ദേശീയ പണിമുടക്ക് അത് സംസ്ഥാന തലത്തിൽ ഹർത്താലിൻ്റെ പ്രതീതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹർത്താലിൻ്റെ പ്രതീതി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം മുൻപൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവം അങ്ങനെയാണ്. അതായത് ഒരു ദേശീയ പണിമുടക്ക് വന്നാൽ അതിൽ ഏറ്റവും അധികം വിജയിപ്പിക്കുന്നത്, ഏറ്റവും പൂർണ്ണമാകുന്ന സംസ്ഥാനം കേരളമാകാറുണ്ട്. പ്രത്യേകിച്ചും അത് പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കാകുമ്പോൾ ആ നിലയിൽ തന്നെയാകും ആ പണിമുടക്ക് മുന്നോട്ട് പോവുക. സമാനമായി തന്നെ നാളെയും ആ നിലയിൽ തന്നെ പണിമുടക്ക് പൂർണ്ണ വിജയമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം BMS ഒഴികെയുള്ള പ്രധാനപ്പെട്ട എല്ലാ സംഘടനകളും, അതിൽ കേരളത്തിലെ ഏറ്റവും കരുത്തരായ തൊഴിലാളി സംഘടനകളായ എല്ലാ സംഘടനകളും CITUയും INTUCയും AITUCയും ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ തന്നെ ഈ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ മുഴുവൻ രാഷ്ട്രീയ ശക്തിയും ഉപയോഗിക്കാനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ സംസ്ഥാനത്ത് ഈ പണിമുടക്ക് പരാജയപ്പെടാനുള്ള ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ഇത്തരം തൊഴിലാളി സംഘടനകൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് ജീവനക്കാർ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ സർവ്വ മേഖലകളിലും ഈ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സംഘടനാ തലത്തിലുള്ള നിർദ്ദേശം കൂടി ഉണ്ടാകും. അതോടുകൂടി തന്നെ പ്രധാനപ്പെട്ട കടകമ്പോളങ്ങളൊന്നും തന്നെ നാളെ തുറന്നു പ്രവർത്തിക്കാൻ ഇടയില്ല. അത് ഏതെങ്കിലും നിലയിൽ ഹർത്താലിന് വന്ന് അടപ്പിക്കുന്നത് പോലെ കട അടപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. അതല്ലാതെ തന്നെ വ്യാപാരി വ്യവസായികളുടെ ഒരു നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങളിൽ ഒരു ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം നാളെ ഉണ്ടാകും. ഒപ്പം KSRTCയിൽ BMS ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ അല്പസമയം മുൻപ് മന്ത്രി വ്യക്തമാക്കിയിരുന്നത് KSRTC ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കില്ല, അവർ സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ്. പക്ഷേ അതിനെ തള്ളി CITU ഉൾപ്പെടെയുള്ള മുഴുവൻ തൊഴിലാളി സംഘടനകളും രംഗത്തെത്തുകയും പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് നാളെ KSRTC ബസ്സുകൾ ഓടാൻ സാധ്യതയില്ല. സ്വകാര്യ ബസ്സുകളും നാളെ സ്വകാര്യ ബസ്സുകളുടെ സംഘടനകളും ആ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് സ്വകാര്യ ബസ്സുകളും ഓടാൻ സാധ്യതയില്ല. ഇന്നും സംസ്ഥാനത്ത് സ്വകാര്യ ബസ് പണിമുടക്കാണ്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ ചില സ്വകാര്യ ബസ്സുകളൊക്കെ ഇന്ന് സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പല സ്ഥലങ്ങളിലായി തിരുവനന്തപുരത്ത് ഏറെക്കുറെ അത് ഈ സ്വകാര്യ ബസ് പണിമുടക്ക്, ഇന്നത്തെ പണിമുടക്ക് പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ന് പണിമുടക്കുന്നത് ഗുണകരമാവില്ല
എന്നൊരു തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയത്. പക്ഷേ നാളെ അവർ ഈ പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ പരമാവധി വാഹനങ്ങളും നിരത്തിലിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങരുത് എന്നൊരു ആഹ്വാനം ചില തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിൽ വാഹനം തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടന്നേക്കുമോ എന്നുള്ള സംശയവുമുണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അധ്യാപക സംഘടനകളിൽ ഭൂരിഭാഗവും ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നാളത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും എന്തായാലും സുഗമമായി നടക്കില്ല. അതുകൊണ്ട് തന്നെ സ്വമേധയാ തന്നെ പല സ്കൂളുകളിലും അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുവരെയും ഏതെങ്കിലും നിലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ നിലയിൽ ഈ പണിമുടക്ക് അത്ര കണ്ട് വിജയമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സ്കൂളുകൾ പ്രവർത്തിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് ഉത്തരവാദിത്വത്തോടെ നമ്മൾ പറയുന്നത്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അത് അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ സമസ്ത മേഖലകളെയും ബാധിക്കുന്ന രീതിയിലാകും നാളത്തെ പണിമുടക്ക് നിലവിൽ നടക്കുക എന്നുള്ളതാണ്. കാരണം അത് അത്രയധികം സലീം, ഇതിനകത്തൊരു പ്രധാന പ്രശ്നം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പോകേണ്ട ആൾക്കാർ, വിമാനത്താവളങ്ങളിൽ പോകേണ്ട ആളുകൾ, അവശ്യ സർവീസുകൾ, അതുപോലെ ഈ ആളുകൾക്ക് പോകാൻ എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം, ഇപ്പോൾ KSRTC ജീവനക്കാർ കൂടി പണിമുടക്കിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികം അത് വലിയ രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ ഒരു ബദൽ സംവിധാനം എന്തെങ്കിലും സർക്കാർ ആലോചിക്കുന്നുണ്ടോ? ബദൽ സർവീസുകളോ മറ്റോ സമാന്തര സർവീസുകൾ? ജിക്കെ, സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഒരു പിന്തുണ ഈ പണിമുടക്കിനുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള ബദൽ സംവിധാനങ്ങളെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടോ ആ നിലയിൽ ഏതെങ്കിലും വാർത്താക്കുറിപ്പോ ഏതെങ്കിലും വിവരമോ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പമുണ്ട്. BMS-ൻ്റേതുൾപ്പെടെയുള്ള വളരെ ചുരുങ്ങിയ തൊഴിലാളികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ KSRTC-യിൽ നാളെ സർവീസ് നടത്തുക. അങ്ങനെ അത്തരത്തിലുള്ള ബസ്സുകളും അതല്ലാതെ വളരെ ചുരുക്കം വാഹനങ്ങളും മാത്രമാകാം നാളെ നിരത്തിലിറങ്ങുക. പിന്നീട് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങാം. സ്വാഭാവികമായും പണിമുടക്കായതുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് പതിവാണ്. പക്ഷേ നാളെ സ്വകാര്യ വാഹനങ്ങൾ കൂടി നിരത്തിലിറങ്ങരുത് എന്ന് ചില തൊഴിലാളി സംഘടനാ നേതാക്കൾ പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ സ്വകാര്യ വാഹനങ്ങളും തടയുന്നൊരു സ്ഥിതി ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ യാത്ര വല്ലാതെ ബുദ്ധിമുട്ടാകുന്നൊരു സാഹചര്യം കൂടി നിലവിലുണ്ടാകും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനകൾ കേരളത്തിൽ തന്നെ വേരോട്ടമുള്ള പലവിധ സംഘടനകൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ CITU ഉണ്ട്, INTUC ഉണ്ട്, AITUC ഉണ്ട്. അതിന് പുറമെ തന്നെ LPF, UTUC, HMS സേവ, TUCI തുടങ്ങിയ വിവിധ സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട ഈ സംഘടനയിൽ ഈ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം സംയുക്ത കിസാൻ മോർച്ചയും പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് വാണിജ്യ വ്യവസായ മേഖലകൾ നിശ്ചലമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഗതാഗത മേഖല നിശ്ചലമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. വിദ്യാഭ്യാസ മേഖലയും ബാങ്കിംഗ് മേഖലയും ഉൾപ്പെടെയുള്ളവയും നിശ്ചലമാകാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. GK.